ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം ഒന്ന് ബാക്ക് ടു നോർമലായിട്ട് നമ്മളെല്ലാവരും പഴയ പോലെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ഇനി എന്താണ് മിസ് ചെയ്യാൻ പോകണമെന്നറിയോ? നമ്മുടെ കൂടെ പഴയ പോലെ ഉണ്ടായിരുന്ന ഒരുപാട് കൊളീഗ്സ് ആ ഓഫീസിൽ ഉണ്ടാവില്ല. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഓഫീസിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ പോവാണ്, ഞാൻ റിസൈൻ ചെയ്തു, വേറൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്, ഇനി നമ്മളെപ്പോൾ കാണുന്നൊന്നും അറിയില്ല. അവസാനമായിട്ടൊരു ഗുഡ് ബൈ എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിട്ട് പോയി. എപ്പോഴെങ്കിലും കാണുമെന്ന് എനിക്കറിയാം, പക്ഷേ എന്ന് കാണുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഓക്കേടാ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബൈ ബൈ പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ പറയണത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യമാണ്. പക്ഷേ ഇതുപോലെ ഇഷ്ടം പോലെ ആളുകൾ ഈ ഒരു ടൈം പീരീഡിൽ ഇതുപോലെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ഈ പ്രശ്നം കാരണം, സാലറിയുടെ കാര്യങ്ങളും അങ്ങനെ കാരണം പോയിട്ടുണ്ടാവും. ഒരുപാട് പേര് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പേര് സ്വയമായിട്ട് ഇറങ്ങി പോയിട്ടുണ്ടാവും ഈ ഒരു സിറ്റുവേഷനിൽ. ഇനിയെല്ലാം ബാക്ക് ടു നോർമലായിട്ട് നമ്മൾ ഓഫീസിലൊക്കെ എത്തി വർക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ തൊട്ടപ്പുറത്തൊക്കെ ഇരുന്ന ഒരുപാട് പേരുടെ സീറ്റ് ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടാവും. മിക്ക ആളുകൾക്കും ഓഫീസിൽ വർക്ക് പ്രഷറും സാലറിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും കുറച്ച് നല്ല ഗ്യാങ്, നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ആരും ബോധർ ചെയ്യാറില്ല. കാരണം ഓഫീസിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു, ഇവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ചായ കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നു, എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടാവുന്നു, ഈ വക കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും അവരെപ്പോഴും ഓഫീസിൽ പോകാനൊരു ഇഷ്ടം ഉണ്ടായിരുന്നുണ്ടാവുക. നിങ്ങളുടെ ലൈഫിൽ അതുപോലെ ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ടും പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക.